ഈ മാസം 16-17 തീയതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്തും തൃശ്ശൂരുമായി എത്തുന്നതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും തുടർന്ന് നടക്കുന്ന സമൂഹ വിവാഹത്തിലും പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് BJPയുടെ ഭാരവാഹികളുമായി ബൂത്ത് ഇൻചാർജുമാരി ഒരു കൂടിക്കാഴ്ചയുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് ഒരു സൂചന പുറത്തു വരുന്നത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നു. ഒപ്പം തന്നെ സഭാ മേലധ്യക്ഷന്മാരുമായി കൊച്ചിയിൽ ഒരു കൂടിക്കാഴ്ച നടക്കും. റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും കൂടിക്കാഴ്ച നടത്തുന്നത്. ക്രിസ്തുമസിന് ഒരു വിരുന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് കൂടുതൽ ചർച്ചകളും മറ്റും സഭാ നേതൃത്വവുമായി നടക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. കേരളത്തിൽ ഈ സഭാ നേതൃത്വവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അനിൽ ആന്റണിയാണ് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം. തിരുവനന്തപുരത്ത് ഈ മാസം ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. അവിടെയും ഒരു റോഡ് ഷോ ആണ് BJP പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ മാസം തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതും. ഈ മാസം ഒടുവിൽ വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുകയും റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അവിടെ തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ സഭാ അധ്യക്ഷന്മാർ മാത്രമല്ല മറ്റു ചില സമുദായ നേതാക്കളുമായി തന്നെ കൂടിക്കാഴ്ച നടക്കുന്നു. BJPക്ക് അപ്പുറത്ത് നിന്നുമുള്ള വോട്ടുകൾ സമാഹരിക്കുക തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ BJPക്ക് അപ്പുറത്ത് ഉള്ള ആളുകളുമായി തന്നെ പ്രധാനമന്ത്രി നേരിട്ട് സംവേദിക്കാൻ എത്തുന്ന ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.